ഹലോ മൈ ലിറ്റിൽ ബട്ടർഫ്ലൈസ്, മൈ ഈസി സ്കൂൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. എങ്കിൽ നമുക്ക് എഴുതാനായി സ്റ്റാർട്ട് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു അൺറോൾഡ് ബുക്ക് നന്നായിട്ട് കവർ ചെയ്ത് ഇതുപോലെ എടുക്കണം കേട്ടോ. നമ്മൾ പഠിക്കാനായിട്ടുള്ള ബുക്കാണ്, അതുകൊണ്ട് എന്നും നന്നായിട്ട് കവറൊക്കെ ചെയ്ത് നല്ല കുട്ടികളായിട്ട് ബുക്കൊന്നും കീറാതെ സൂക്ഷിച്ചെടുത്ത് വെക്കണം കേട്ടോ. ഞാൻ ഈ ബുക്കിൽ രണ്ട് സൈഡും സ്റ്റാപ്ലർ പിന്ന് കുത്തിയിട്ടില്ല, പകരം ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം കുഞ്ഞു മക്കൾ യൂസ് ചെയ്യല്ലേ, അതുകൊണ്ട് നമുക്കൊരിക്കലും അവരുടെ കയ്യിലൊന്നും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ നമ്മളിത് പഠിക്കാനായി കൊടുക്കുമ്പോൾ അവരുടെ കയ്യിലെന്നും തട്ട് മുറിയോ എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് സ്ക്രിബ്ലിംഗ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് ഫസ്റ്റ് പേജ് തന്നെ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഈ പേജിൽ തന്നെ ചെയ്യാനായിട്ട് അവരോട് പ്രത്യേകം പറയണം, ഫസ്റ്റ് പേജിൽ തന്നെ ചെയ്യണം. അതുപോലെ ക്രയോൺസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലുള്ള ക്രയോൺസ് തന്നെ വാങ്ങിക്കുക. ഒരുപാട് തിക്കായിട്ടുള്ള വലിയ ക്രയോൺസ് കുട്ടികൾക്ക് കയ്യിൽ അവർക്കത് ഹോൾഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞു ക്രയോൺസ് മാക്സിമം ചെറിയ, അതായത് 10 രൂപേൻ്റെ 20 രൂപേൻ്റെ ഒക്കെ ചെറിയ ക്രയോൺസ് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ കുട്ടികളുടെ കയ്യിൽ അവർക്ക് പിടിക്കാൻ, അതായത് ഹോൾഡ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുട്ടികളെ കൊണ്ട് സ്ക്രിബിൾ ചെയ്യാൻ പറയുക. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക, അതിന് ശേഷം ഒന്നിങ്ങനെ സ്ക്രിബിൾ ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ അവർക്കനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ടും താഴോട്ടും ഒക്കെ ആയിട്ട് സ്ക്രിബിൾ ചെയ്തോളും. അവർ നന്നായിട്ട് തന്നെ അത് ചെയ്തോളും. കാരണം അവർക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ബുക്കും ക്രയോൺസൊക്കെ കയ്യിൽ കിട്ടുകയാണ്. അപ്പോൾ അവരത് നന്നായിട്ട് തന്നെ ചെയ്തോളും. പക്ഷേ ഇൻ കേസ് ചില കുട്ടികളിൽ മാത്രം നമുക്ക് ഈ പെൻസിൽ ഗ്രിപ്പ് ഇല്ലാത്ത കുട്ടികളിൽ അവർക്കിത് നന്നായിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഡ്രൈ പോറിങ്ങിൽ ട്രാൻസ്ഫറിങ് ബീംസ് ബൗൾ ടു ബൗൾ എന്നുള്ള മുന്നത്തെ ക്ലാസ്സുകളിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറഞ്ഞത്. അതാകുമ്പോൾ അവർക്ക് ഇത്രയും കൂടി പെൻസിൽ ഗ്രിപ്പ് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ സ്ക്രിബ്ലിംഗ് ആണെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് പെൻസിൽ ഗ്രിപ്പ് കിട്ടാനായിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ്. പക്ഷെ അത് അവർക്ക് ഒരു കളറിൽ മാത്രമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അതൊരു ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ സെക്കൻഡ് കളേഴ്സ്, അതുപോലെ കുറേ കളേഴ്സ് അവരുടെ കയ്യിൽ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് ഒരുപാട് സ്ക്രിബിൾ ചെയ്യാനായിട്ട് അവരോട് പറയാം. അതായത് ഒരു സൈഡിലേക്ക് തന്നെ സ്ക്രിബിൾ ചെയ്യാതെ മുകളിലോട്ടും താഴോട്ടും അതുപോലെ സൈഡിലോട്ടൊക്കെ സ്ക്രിബിൾ ചെയ്യാനായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക. ചിലവർക്ക്, അതായത് തീരെ പെൻസിൽ ഗ്രിപ്പ് ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു പേജ് കൊണ്ട് മാത്രം ഇത് മതിയാവണം എന്നില്ല. അപ്പോൾ നെക്സ്റ്റ് പേജ് കൂടി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ക്രയോൺസ് തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് പേജ് കൂടി കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ചില കുട്ടികൾക്ക് ഒരു പേജ് കൊണ്ട് തന്നെ ഇത് ക്ലിയർ ആവും. അങ്ങനെയുള്ള കുട്ടികൾക്ക് വീണ്ടും വീണ്ടും നമ്മൾ പേജുകൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഒപ്പം തന്നെ നീറ്റ്നെസ്സും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കുത്തി വരയുമ്പോൾ ബുക്കിന്റെ ഭംഗി അങ്ങോട്ട് പോകും. പേജിൽ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പേജിൽ പെൻസിൽ കൊണ്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നന്നായി ഷാർപ്പ് ചെയ്ത ഒരു പെൻസിൽ തന്നെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുക. നമ്മൾ സെയിം ക്രയോൺസ് വെച്ച് ചെയ്ത് അതേ കാര്യം നമ്മൾ പെൻസിൽ കൊണ്ട് നെക്സ്റ്റ് പേജിൽ ചെയ്യാനായിട്ട് കുട്ടികളോട് പറയുക. അതും ഇതുപോലെ താഴോട്ടും മേലോട്ടും സൈഡിലോട്ടും എല്ലാം ഇതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് നന്നായിട്ട് സ്ക്രിബിൾ ചെയ്യിക്കുക കേട്ടോ. ആദ്യം തന്നെ കുട്ടികളുടെ കയ്യിൽ നമ്മൾ ഈ പെൻസിലാണെങ്കിലും ക്രയോൺസ് ആണെങ്കിലും ഒക്കെ കൊടുക്കുമ്പോഴും കുട്ടികളെ പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്ത് അതുപോലെ തന്നെ പെൻസിൽ ഹോൾഡ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എല്ലാ കുട്ടികളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും അതിൻ്റെതായ രീതിയിലാണ് ചെയ്യുള്ളൂ. എന്നാൽ ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ക്യാച്ച് ചെയ്ത് നേരെ തന്നെ പെൻസിൽ ഹോൾഡ് ചെയ്യാനെല്ലാം ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ ഒരിക്കലും കമ്പയർ ചെയ്യാനും കഴിയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കുട്ടികളെ കൊണ്ട് എല്ലാവരും സ്ക്രിബിളിംഗ് എല്ലാം ചെയ്യിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോണേ. താങ്ക് യു ഫോർ വാച്ചിങ്.